ബിസ്മില്ല, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആഷിദ ഈരാറ്റുപേട്ടയാണ്. ഞാൻ മുംതാസ് മാമിന്റെ സ്പീക്കിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് വലിയൊരു പ്രാസംഗികയായില്ലെങ്കിലും നേടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെന്നത്. ഇതിനൊരു അവസരം തന്ന അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതോടൊപ്പം മുംതാസ് തായോടും സെലീനയോടും നന്ദി രേഖപ്പെടുത്തുന്നു. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സ്വാലിഹായ കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. എന്താണ് പേഴ്സണാലിറ്റി ഓർ വ്യക്തിത്വം? പേഴ്സോണ എന്ന വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടായത്. പേഴ്സോണ എന്നാൽ മുഖംമൂടി എന്നാണ് അർത്ഥം. വിവിധ സന്ദർഭങ്ങളെ നേടുന്നതിന് വേണ്ടി വിവിധ മുഖംമൂടികളാണ് നാം ഓരോരുത്തരും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ബാഹ്യരൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് ഒരാളുടെ വ്യക്തിത്വം നിലകൊള്ളുന്നത്. അൻ അബി ഹുറൈറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈർ ഔ ലിയുസ്മിത്. അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വെളിച്ചം പകരുന്ന മതമാണ് ഇസ്ലാം. വ്യക്തിജീവിതം നന്നാക്കി തീർക്കുന്നതിന് മാത്രമല്ല, വ്യക്തി ഇടപെടുന്ന എല്ലാ മേഖലകളിലും എല്ലാവരോടുമുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഒരു വിശ്വാസി സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണ് ആദ്യത്തെ ഉപദേശം. ജനങ്ങളെ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന അവയവമാണ് നാവ്. നാം മറ്റുള്ളവരെ കാണുമ്പോൾ, അവരെ പരിചയപ്പെടുമ്പോൾ എപ്പോഴും പ്ലസന്റ് മൈൻഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. സ്മൈലിംഗ് ഫേസ് കീപ്പ് ചെയ്യണം. പുഞ്ചിരിക്ക് പോലും സ്വതക്കയുടെ പുണ്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മറ്റുള്ളവരുമായി നാം സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. നല്ല ഒരു കേൾവിക്കാരാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് ഗോസിപ്പുകൾ ഒഴിവാക്കുക. ഏഷണി, പരദൂഷണം, കളവ് എന്നിവ പാടെ ഒഴിവാക്കണം. ചിലരുണ്ട്, ഒരാളുടെ അടുക്കൽ ഒന്ന് പറയും, വേറെ ആളുടെ അടുക്കൽ ചെന്ന് മറ്റൊന്ന് പറയും, വിപരീതമായിട്ട് പറയും. ബന്ധം വഷളാക്കുന്നതിനും കുഴപ്പം സൃഷ്ടിക്കുന്നതിനും ഈ ദ്വിമുഖന്മാർ മുമ്പിലാണ്. അടുത്തതായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് നാം ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണമാണ് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്. നാം ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതെന്ന് വിചാരിക്കുക. ഫ്രണ്ട് നമ്മെ സന്തോഷത്തോടുകൂടി അവൾ സ്വീകരിക്കും. പക്ഷെ നാം പോയി കയറിയാണ് അവരോട് ചോദിക്കുകയാണ്, നിന്നെ കണ്ടെന്താ ഇത്ര ക്ഷീണം, നീ ആകെ മാറിപ്പോയല്ലോ, ഗ്ലാമറൊക്കെ കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നാം പോകുമ്പോഴേ ഇങ്ങനെ പറഞ്ഞ അവരുടെ മനസ്സിലൊരു നെഗറ്റീവ് എനർജി കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ മോശമാവുകയാണ് ചെയ്യുന്നത്. അതേസമയം അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നെങ്കിൽ ആ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല വീടൊക്കെ നീ നല്ല വൃത്തിക്ക് ഇട്ടിരിക്കുന്ന അവരെ ആ ഫ്രണ്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് വെച്ചാൽ അതൊരു അന്യപുരുഷന്മാരുമായിട്ട് അടുത്തിടപഴകുമ്പോൾ, അതായത് മഹറം അല്ലാതെ ഇടപഴകുമ്പോൾ നാം നമ്മുടെ ശബ്ദങ്ങൾ സോഫ്റ്റ് ആക്കരുത് ഒരിക്കലും. അവിടെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം സംസാരിക്കുക. അടുത്തൊരു ഗുണമായി പറയുന്നത് സെൽഫ് കൺട്രോൾ ആണ്. ഒരിക്കലും സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം തന്നാലും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്. പിന്നീട് സഹാബി ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം തന്നാലും? അപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലബ്. മൂന്നാം തവണ സഹാബി ചോദിച്ചപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്. നമുക്ക് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അത് നിയന്ത്രിച്ചു നിർത്തി ആത്മസംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ്. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നാം പോവുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ പെരുമാറാനും, ഒരാഘോഷവേളയിൽ പോകുമ്പോൾ അങ്ങനെ പെരുമാറാനും, പിന്നെ കുട്ടികളെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കാനും അവരോട് കരുണ കാണിക്കാനും, മുതിർന്ന പ്രായമുള്ളവരോട് അവർ വല്ല വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവരെ സമാധാനിപ്പിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. സൽസ്വഭാവം. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, മനുഷ്യരെ കൂടുതലായി സ്വർഗപ്രവേശത്തിന് കാരണമാക്കുന്ന എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലുള്ള തഖ്വയും സൽസ്വഭാവവും. ഊസീക്കും ബി തഖ്വല്ലാഹ്, നിങ്ങളെ ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.
തക്വയുടെ കൂടെയാണ് അള്ളാഹു സൽ സ്വഭാവത്തെയും ഒരുമിച്ച് പറയുന്നത്. തക്വ കൊണ്ട് ഒരു മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ബന്ധം നന്നാവുന്നു. സൽ സ്വഭാവം കൊണ്ട് മനുഷ്യന്റെയും അള്ളാഹുവിന്റെ അടിമകളുടെയും ഇടയിലുള്ള ബന്ധം നന്നാവുന്നു. സൽ സ്വഭാവികളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ഖലം 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വ ഇന്നക ലഅലാ ഖുലഖിൻ അലീം, നിശ്ചയമായും നീ മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു. ഈ വചനം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവ വിശേഷത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം വ്യക്തിത്വത്തിലെ ഉന്നത മാതൃകയാണ്. സെൽഫ് ഡിസിപ്ലിൻ. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ എവിടെയും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ലൈഫ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പം ദുആയോടുകൂടി അള്ളാഹുവിന്റെ അടുത്ത് ദുആയോടുകൂടി കിടന്നുറങ്ങും. രാവിലെ എണീച്ച് ദുആ ചെയ്ത് എഴുന്നേൽക്കുന്നു. പിന്നെ അതുപോലെ രാവിലെ എണീച്ച് ഖുർആൻ പാരായണം കൃത്യമായിട്ട് നിർവഹിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുകയും ഒരു സ്ഥലത്ത് പോകാൻ തന്നെ ആ കൃത്യനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഡിസിപ്ലിൻ. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് എപ്പോഴും സക്സസ്ഫുൾ ആവുകയുള്ളൂ. സെൽഫ് കെയർ. നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഡെയിലി നല്ല ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മുടെ ഡ്രസ്സിങ് നന്നാക്കുക, എന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇസ്ലാമികമായ രീതിയിൽ ഔറത്ത് മറിച്ച് ഡ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ വായനാറ്റം ഉണ്ടാകുകയോ വിയർപ്പാറ്റം ഉണ്ടാകുകയോ ചെയ്യുക നമ്മെപ്പറ്റി അവർക്കൊരു മതിപ്പ് തോന്നുകയില്ല. അതിനാൽ എപ്പോഴും നീറ്റായിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അത്തഹൂറ് ഷത്തുറൽ ഈമാൻ, വൃത്തി ഈമാന്റെ പകുതിയാണ്. സെൽഫ് കോൺഫിഡൻസ്. എവിടെ പോയാലും കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ബോഡി ലാംഗ്വേജ് നന്നാക്കുക. സ്മൈൽ ആൻഡ് പ്ലസന്റ് ആയിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മോട് സംസാരിക്കാൻ തോന്നുകയുള്ളൂ. സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ച് മറ്റുള്ളവരെ തൃപ്തിക്ക് അനുസരിച്ച് ജീവിക്കാതെ സ്വന്തം ആത്മസംതൃപ്തി അനുസരിച്ച് ഞാൻ യൂണിക്കായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തെ പറ്റിയും നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കുക. ഒരുപാട് വായിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും പുതിയതായി എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നാം പുതിയ ഒരാളുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവരുടെ ഫീൽഡിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അയാളുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. എല്ലാറ്റിനെ പറ്റിയും അത്യാവശ്യം അറിവുള്ള ആളാണ് നമ്മളെന്ന് അവർക്ക് തന്നെ തോന്നും. അറിവുകൾ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇന്നു മുതൽ തേനീച്ചയെ പോലെ ആകണം. തേനീച്ച എല്ലാ സ്ഥലത്തും പോയി ഇരിക്കുമോ? ഇല്ലല്ലോ. തേനീച്ച ഒരിക്കലും ചീത്ത സ്ഥലത്ത് ഇരിക്കില്ല. നല്ല പൂവിൽ നല്ല തേനുള്ള സ്ഥലത്ത് മാത്രമേ തേനീച്ച ഇരിക്കുകയുള്ളൂ. ഈച്ചയോ എല്ലാ അഴുക്കുകളിലും പോകും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ മതി. നമ്മൾ തീർച്ചയായും ഒരു തേനീച്ചയെ പോലെ നല്ലത് കേൾക്കാൻ ശ്രമിക്കുക. നല്ല വിശ്വാസം സ്വീകരിക്കുക. അതുവഴി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക. ചിന്തകളെ നന്നാക്കാൻ ശ്രമിക്കുക. അതുവഴി നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക. കുറ്റമറ്റ വിശ്വാസത്തിന് മാത്രമേ കുറ്റമറ്റ മനസ്സിന് പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ മനസ്സിൽ നിന്ന് മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. വിശ്വാസം പെർഫെക്റ്റ് ആണെങ്കിൽ ചിന്ത പെർഫെക്റ്റ് ആയിരിക്കും. നല്ല കർമ്മത്തിന് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. സൂറത്ത് സുമറിൽ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് അതിൽ നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു മാർഗദർശനം നൽകിയിട്ടുള്ളവരത്രേ അക്കൂട്ടർ. അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അള്ളാഹുവെ നമ്മളിൽ നിന്ന് വന്ന തെറ്റുകളെല്ലാം അള്ളാഹു നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. ഞങ്ങൾ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب